തിരുനെല്ലിക്കാട്ടിലൂടെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് പോയപ്പോൾ കണ്ട ആനക്കാഴ്ച. ആ ആനക്കാഴ്ചയിൽ നിന്ന് തുടങ്ങാലേ നമ്മളുടെ ഈ കൊട്ടിയൂർ യാത്രാവിശേഷങ്ങൾ. ഒരു പിടിയൊരു കൊമ്പന് കൊമ്പ് പോയ ത്രിമൂർത്തികളും 33 ദേവകളും ഒന്നിച്ചുകൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അതിനാൽ ഇവിടേക്ക് എത്താൻ കഴിയുന്നത് തന്നെ അതീവ പുണ്യമാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ? ദൂരദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് റെയിൽവേ മാർഗം ഉപയോഗിക്കാം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തുകയും തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള ബസ് സർവീസ് ഉപയോഗിക്കുകയും ചെയ്യാം. മാനന്തവാടിയിൽ നിന്നും 25 കിലോമീറ്ററും തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും 46 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇങ്ങോട്ടെത്താം. നമ്മളുടെ ഇന്നത്തെ ഈ യാത്ര KSRTC ഒരുക്കുന്ന എറണാകുളം ജില്ലയിലെ പറവൂർ ഡിപ്പോയിൽ നിന്നുമുള്ള ബഡ്ജറ്റ് ടൂറിൽ നിന്നാണ് കേട്ടോ. കണ്ണൂർ വയനാട് ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ കൊട്ടിയൂർ വയനാടൻ ചുരങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ബാവലിപ്പുഴയുടെ തീരത്താണ് അതിപുരാതനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ തിരുനെല്ലി ക്ഷേത്രം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തെക്കുറിച്ച് അധികമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ നേരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കൊട്ടിയൂർ ക്ഷേത്രമാണ് നമ്മളുടെ മെയിൻ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്, കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക്, ആ പുണ്യഭൂമിയായ വാവലിപ്പുഴയുടെ തീരത്തേക്ക്. പ്രകൃതി സൗന്ദര്യവും ഔഷധവീര്യവും നിറഞ്ഞു നിൽക്കുന്ന വയനാടൻ മലനിരകളുടെ താഴ്വരയിലാണ് ഇക്കര കൊട്ടിയൂർ എന്നും അക്കരെ കൊട്ടിയൂർ എന്നും അറിയപ്പെടുന്ന ഈ 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിത്യപൂജ സമ്പ്രദായമാണുള്ളത്. എന്നാൽ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവ കാലത്ത് മാത്രമാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നത്. മറ്റു ക്ഷേത്രങ്ങളിലെന്ന പോലെ അക്കരെ സ്ഥിരമായി ശ്രീകോവിലോ ഉപവേശ്മങ്ങളോ ഒന്നും തന്നെ ഇല്ല. വൈശാഖ മഹോത്സവ കാലഘട്ടത്തിൽ മാത്രം താൽക്കാലികമായാണ് അവയൊക്കെ നിർമ്മിക്കുന്നത്. യാഗവേളയിലെ പർണശാലകളെ അനുസ്മരിപ്പിക്കുമാറ് ഓല കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. മണിത്തറക്ക് ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ചിറ കാണാം. ഇതിനെ തിരുവിൻചിറ എന്നാണ് പറയുന്നത്. മണിത്തറക്കുള്ളിലായി കാണുന്ന പടുകുഴിയിലാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്നത്. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. അതായത് മെയ് ജൂൺ മാസങ്ങളിൽ. പുഴയിൽ കുളിച്ച് ഈറനോടെ വേണം നമ്മൾ ഈ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് എന്നാട്ടോ ഇവിടെ വന്നപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ പുഴയിൽ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്താൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നല്ലൊരു തിരക്കുള്ളൊരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പാലത്തുമേലൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ പാലത്തുമേൽ ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാലത്തുമേൽ, ഈ ഓല മേഞ്ഞിരിക്കുന്ന ഈ പാലത്തുമേൽ നിന്നാലാണ് നേരിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് എത്തുന്നത്. അകത്തേക്ക് എത്തുന്ന പറഞ്ഞാൽ ഈ ക്ഷേത്രം നമുക്ക് ചെന്ന് കാണുമ്പോൾ അറിയാം, നേരിട്ട് ഭഗവാനെ അടുത്തുനിന്ന് തൊഴാൻ സാധിക്കുന്നത് ആ പാലത്തുമേൽ നിന്നാൽ മാത്രമാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇല്ല എങ്കിലും അടുത്തുള്ളൊരു പാലമുണ്ട്, അതിലേ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താം. ആ ഓലമെഞ്ഞിരിക്കുന്ന പാലത്തുമേ കയറിയിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് ചെന്ന് നിന്ന് തൊഴുത് പ്രസാദമൊക്കെ കിട്ടും. കണ്ടോ ഈ ഒരു ക്യൂ കണ്ടോ, നേരെ നമ്മുടെ മേലെയുള്ള ആ ക്യൂ ആണ് ഭഗവാനെ ഏറ്റവും അടുത്ത് കാണാനായിട്ട് നിൽക്കുന്ന ക്യൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ കയറിയാലും പോകാം കേട്ടോ. ഇതിലെ കയറി പോയിട്ടുണ്ടെങ്കിലും ഭഗവാനെ നമുക്ക് തൊഴാൻ സാധിക്കും, അടുത്ത് തന്നെ നിന്ന് തൊഴാൻ സാധിക്കും. പക്ഷേ അത്രയും ഏറ്റവും അടുത്തൊന്നും പോയി തൊഴാൻ സാധിക്കില്ല എന്നത് മാത്രം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസങ്ങളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ ക്യൂവിൽ നിൽക്കാതെ, ഓലമേഞ്ഞ പാലത്തിൻ്റെ ആ ക്യൂവിൽ നിൽക്കാതെ നടന്ന് അടുത്തുള്ള പാലത്തിലൂടെ നടന്ന് ആ വെള്ളത്തിലൂടെ നടന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൊഴുത് പോകാൻ സാധിക്കും കേട്ടോ. 4-5 മണിക്കൂറൊന്നും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ
14 ലോകത്തെ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ച് യാഗം നടത്തി. ക്ഷണിച്ചില്ലെങ്കിലും സതീദേവി യാഗം കാണാൻ പോയി. അവിടെ വെച്ച് തന്നെയും പരമശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. കൈലാസത്തിലിരുന്ന് ഇതറിഞ്ഞ ഭഗവാൻ കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസ്സറുത്തു. പരിഭ്രാന്തരായ മഹാവിഷ്ണുവും ബ്രഹ്മാവും മറ്റ് ദേവഗണങ്ങളും കൈലാസത്തിൽ ചെന്ന് ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിൻ്റെ ഭവിഷ്യത്ത് അറിയിച്ചു. ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം മുഴുവിപ്പിച്ചു. ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്നാണ് പേര്. ഭഗവാൻ പത്നിയും ദക്ഷപ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്ത സ്ഥലത്തെ അമ്മാറക്കൽ തറയെന്നും ഇവിടെ ചുറ്റിപ്പറ്റിയുള്ള പ്രദക്ഷിണ വഴിക്ക് തിരുവഞ്ചിറ എന്നുമാണ് പേര്. വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും. ഇല്ലെങ്കിൽ ഉത്സവമായി കഴിഞ്ഞാൽ മഴയെത്തിയിരിക്കും. പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണമെന്ന നിബന്ധനയുള്ള ഏക ക്ഷേത്രവും ഇതുമാത്രമാണ്. വൈശാഖോത്സവത്തിന് മാത്രമായി കാണപ്പെടുന്ന ഓടപ്പൂവ്. ആ ഓടപ്പൂവിന് പിന്നിലുമുണ്ട് ഒരു കഥ. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ താടി പറിച്ചെടുത്ത ശേഷമാണ് തലയറുത്തത്. ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തി. ഈ ദീക്ഷയാണത്രേ ഓടപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത്. പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവ്വ ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം.